ഉഴവൂർ ഇടക്കോലി പന്തനാനിക്കൽ നാരായണൻ നായർ 100-ാം വയസ്സിലും മണ്ണിനെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നു. മണ്ണിലൂടെ നടക്കുമ്പോൾ പ്രായം മറക്കും. ഓർമ്മ വെച്ച കാലം മുതൽ കാർഷിക മേഖലയിലാണ് നാരായണൻ നായർ. മണ്ണിനെയും പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിച്ചു തന്നെയാണ് നാരായണൻ നായരുടെ ജീവിതം. പ്രായം മാത്രമാണ് 100. അധ്വാനത്തിന് ഇപ്പോഴും വയസ്സായിട്ടില്ല. നാലു വർഷം മുൻപ് വീഴ്ചയിൽ കാലുകൾക്ക് ചെറിയ ബലക്ഷയം സംഭവിച്ചു. വാക്കറിൻ്റെ സഹായത്താൽ ഇപ്പോഴും കൃഷിപ്പണി തുടരുകയാണ്. കൃഷിക്ക് വെള്ളവും വളവും ഒക്കെ എത്തിക്കുന്നത് വാക്കറിലാണ്. ഇടക്കോലിയുടെ കാരണവരാണ് നാരായണൻ നായർ. 5 മക്കളിൽ ഇളയവനായിരുന്ന പരേതനായ ഹരിദാസിൻ്റെ വീട്ടിലാണ് താമസം. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഏതാനും വർഷങ്ങളായി കേൾവിക്കുറവുണ്ട്. 8 പതിറ്റാണ്ടിലപ്പുറമായി നാരായണൻ നായർ കൃഷിപ്പണി ചെയ്യുന്നു. അച്ചിങ്ങാപ്പയർ, കാച്ചിൽ, വഴുതന, ചീനി, വെണ്ട, ഇഞ്ചി, മഞ്ഞൾ, ചീര തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്യുന്നു. മണ്ണൊരുക്കി ഇവയൊക്കെ നടുന്നതും പരിപാലിക്കുന്നതും നാരായണൻ നായർ തന്നെയാണ്. വാക്കറിൻ്റെ ഇരുവശങ്ങളിലും ചാണകവും വളവും വെള്ളവുമൊക്കെ കെട്ടിത്തൂക്കി കൃഷിയിടത്തിൽ എത്തിക്കും. കൊട്ടയും മുറവുമൊക്കെ നെയ്തെടുക്കും. ചിരട്ടയും തടിയും ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കും. ഓലക്കുടയും തൊപ്പിയുമൊക്കെ നാരായണൻ നായരുടെ കരവിരുതിൽ ജനിക്കുന്നു. എല്ലാറ്റിനും ഉപയോഗിക്കുന്നത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ മാത്രമാണ്. വീട്ടിലെ പുരയിടത്തിലും പൊതുസ്ഥലങ്ങളിലും 100 കണക്കിന് വൃക്ഷങ്ങളാണ് നാരായണൻ നായർ നട്ടുവളർത്തിയത്. ഇടക്കോലി ഭഗവതി ക്ഷേത്രത്തിലെ നക്ഷത്രവനം പദ്ധതിക്ക് നേതൃത്വം നൽകി. ഇളയ മകൻ പരേതനായ ഹരിദാസിൻ്റെ ഭാര്യ ജയശ്രീ, കൊച്ചുമക്കളായ വിശാഖ്, വീണ എന്നിവർ ഒപ്പം തന്നെയുണ്ട്. ഹരിതത്തിൻ്റെ ഏറ്റവും നല്ല ഒരു എപ്പിസോഡ് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് 100 വയസ്സ് പ്രായം എത്തിയ, വയസ്സൊന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും കൃഷിയിലൂടെ തന്നെ ജീവിക്കണം, അത് തന്നെയാണ് തൻ്റെ ജീവിതം. 20-ാമത്തെ വയസ്സ്, 20 വേണ്ട 15 വയസ്സ് മുതൽ തന്നെ കൃഷിയിലേക്ക് എത്തിയ നമ്മൾ ഉഴവൂർ പഞ്ചായത്തിലെ ഇടക്കോലിയിലുള്ള നാരായണൻ നായർ, എനിക്കൊരു കൈ തരണം. കാരണം നമ്മൾ പല പല ഉന്നതരായ വ്യക്തികളെ കാണും, പക്ഷെ അതൊന്നല്ല. ഏറ്റവും നമുക്ക് വേണ്ടത് ഒരു കർഷകനെയാണ് നമുക്ക് വേണ്ടത്, ഈ ലോകത്തിന് വേണ്ടത്. അതിന് പ്രായമൊരു പ്രശ്നമല്ല. 100-ാമത്തെ വയസ്സിലും നാരായണൻ നായർ ഇപ്പോഴും വാക്കറിലാണ്. ഒരു 3-4 വർഷം മുന്നേ വീണപ്പോൾ പറ്റിയ ചെറിയൊരു
ഇത് മൂലമാണ്. ആ നമ്മൾ എല്ലാത്തിനും നമ്മൾ അതിജീവിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ കർഷകനെയാണ് ഇന്നത്തെ ഈ കർഷക മുത്തശ്ശനെയാണ് ഞങ്ങൾ നിങ്ങൾക്കായി ഈ ഹരിതത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല പല കരകൗശല വസ്തുക്കളും അദ്ദേഹം നിർമ്മിക്കും. ഏത് മഴയത്തും ഏത് വെയിലത്തും എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം എനിക്കറിയാം പലതരം പണികൾ ചെയ്യും. ഇപ്പൊ കയ്യാല കെട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്യും, കിണർ കുഴിക്കണമെങ്കിൽ അത് ചെയ്യും, അങ്ങനെ എല്ലാ പണികളും ചെയ്യും. കൃഷിയാണ്, പണ്ട് കാലത്ത് നെൽകൃഷിയായിരുന്നു, പിന്നീട് തെങ്ങ്, അതുമാത്രമല്ല ഇഞ്ചി കൃഷി, വഴുതനങ്ങ കൃഷി, ഇപ്പോൾ കപ്പ, അതോടൊപ്പം തന്നെ ചേന തുടങ്ങിയ കൃഷികളുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റുകൊണ്ട് ഇപ്പോഴും വാക്കറിൽ തന്നെ വളം ഒക്കെ കൊണ്ടുപോകാനുള്ള രീതിയാണ് അദ്ദേഹത്തിനുള്ളത്. മാത്രമല്ല ഒത്തിരി ദൂരം നടക്കും. കെടുക്കുന്ന പരിപാടി ഇല്ലല്ലേ? കെടുക്കുന്ന പരിപാടി ഇല്ല. അപ്പോ മുത്തച്ഛനെ സമ്മതിക്കുക തന്നെ വേണം. ഇപ്പോഴും കൃഷി തന്നെയാണ് ഈ 100-ാം വയസ്സിലും അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലും എല്ലാം ഉള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. അതോടുകൂടി ഒരു ഇത് എങ്ങനെയാ സംഭവം? ഇതന്നെ ഇത് 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 ഇതന്നതാ ഇത് ഇത് തടിയോ? ആ തടി കുമ്പിള, കുമ്പിളിന്റെ തടിയാ. അത് വേറെ ഏതാണ്ടപ്പോ അതിനോട് കുളം ഒന്ന് അങ്ങനെ കടുപ്പൊക്കൊന്നുണ്ട്. അങ്ങനെ തരില്ലേ പലകെ നടന്ന് അടുത്തെടുത്ത് ഉണ്ടാക്കി ദൂരം പറയില്ലേ. ഇതോ ഇത് 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 ഇതന്നതാ? ഇതോ? ഇങ്ങനെ കൊറേ ഉണ്ടാക്കിയിട്ടുണ്ടോ പണ്ട്? ചിരട്ട അല്ലേ? അല്ല നമ്മൾ വഴിയിലൊക്കെ തടി പഠിച്ച വലിയ തടി. അതൊന്നല്ല, നമ്മൾ ഇത് എന്നാന്നൊക്കെ പറഞ്ഞാൽ എന്നാ തടിയാ. അത് കടുപ്പൊന്നുണ്ട്, വണ്ണം കുറവാ. ഇത് അന്നുണ്ടാക്കിയതാണോ? പണ്ടുണ്ടാക്കിയതാണോ? പണ്ട് തന്നെ 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 ഉണ്ടാക്കി. അതെ, ചെറിയ ഉള്ളി ഇത് വേറെ കണ്ടു ഞാന്. പിന്നെ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്? ചിരട്ടയൊക്കെ വെച്ചുണ്ടാക്കിയിട്ടുണ്ടോ? ചിരട്ട ഇങ്ങനെ കണ്ടു. കണ്ടു മനസ്സിലാക്കി. എങ്ങനെ സ്വന്തം ആലോചിച്ചെടുത്തല്ല, അങ്ങനെ കണ്ടു. കണ്ട് മനസ്സിലാക്കി. പിന്നെ തന്നെ ആലോചിച്ചു. ഉരുളൻ റെഡിയല്ലേ, ഇങ്ങനെ കടലാടി എടുത്താണ് വെട്ടി ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ഇതായിരിക്കുമല്ലോ മനസ്സിലാക്കാൻ വെട്ടിക്കുമ്പോ. അപ്പൊ വെട്ടിക്കുമ്പോ അടി കാര്യല്ലേ, എങ്ങനെ മനസ്സിലാക്കി. എന്നിട്ട് ഇത് ഇങ്ങനെ ആവോ അല്ലേ? എന്നിട്ട് ഇവിടുന്ന് തിളച്ചു. ഇവിടുന്ന് തിളച്ചു. തിളച്ച് കഴിഞ്ഞിട്ട് ഈ ആകുമ്പോഴേ എന്തല്ലോ അത് കൊണ്ട് തിളച്ചിട്ട് ഇവരിങ്ങനെ ഉണ്ടാക്കില്ലേ അറുതി എടുത്തു. ഇവിടെ തന്നെ നടുക്കൊരു നിളയിട്ടെത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയത്. ഇതൊക്കെ പണ്ടുണ്ടാക്കിയാണോ? ഇത് മുത്തശ്ശനാണോ? ഇതെല്ലാം മുത്തശ്ശനാണ്, മുത്തശ്ശന്റെ അല്ലേ? ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാലും നിറയും കഴിയില്ല.
ഞാനത് വേറെ അത് എന്തെങ്കിലും ഉണ്ടോ ലൈറ്റൊക്കെ കാണിക്കാൻ? പിടിച്ചിട്ടുണ്ടായിരുന്നു അത് കെട്ടിയാണ് വയറ് കൊടുത്ത് മുത്തശ്ശന് ആദ്യകാലത്ത് എവിടെയായിരുന്നു? കൊണ്ടാട്ടി നിന്നാണ്, കൊണ്ടാട്ടി കോച്ചേരി എന്ന് പറഞ്ഞ വീട്ടിൽ നിന്നാണ് മുത്തശ്ശൻ ഇങ്ങോട്ട് വന്നതാണ്. എന്നിട്ട് കല്യാണ ശേഷം ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് എടക്കോലി പന്തനായിക്കൽ നമ്മുടെ പേര് എങ്ങനെയായിരുന്നു? വിശ്വാസ്. വിശാഖ്. ആ. മുത്തശ്ശന് എത്ര 5 മക്കളല്ലേ? 5 മക്കള്. അതിലെ ഏറ്റവും ഇളയ ആളുടെ മോനാണ്, മകനാണ്. ഇപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ വന്ന സമയത്ത് അത്യാവശ്യം മഴയാണ്. എങ്കിലും നമ്മള് കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട് മുത്തശ്ശൻ. മുത്തശ്ശൻ ഇപ്പൊ കുറച്ചു മുന്നേ നമ്മളോട് പറഞ്ഞത് 4ാം ക്ലാസ് വരെയൊക്കെ പോയിട്ടുള്ളൂ, സ്കൂളിലൊക്കെ പോയിട്ടുള്ളൂ. പക്ഷെ ഈ കൃഷി എനിക്ക് തോന്നുന്നൊരു അതല്ലേ, അതുകൊണ്ട് ഇപ്പൊ എല്ലാ കൃഷികളും ഉണ്ട്. ഈ അടുത്ത കാലം വരെ ഇപ്പോഴും ഡെയിലി നടക്കുന്നുണ്ടല്ലേ? പോവല്ലേ? രാവിലെ പോകും. അല്ലെ, നമ്മളിവിടെ വന്നപ്പോ 2 വാക്കർ കണ്ടു. ഒന്ന് അകത്ത് ഉപയോഗിക്കാവുന്ന വാക്കർ, പുറത്തോട്ട് പോകുമ്പോഴത്തെ ചെളി വിറ്റുന്നതുകൊണ്ട് വീടിനകത്ത് മൊത്തം ചെളിയാവും. പുറത്തൊരു വാക്കർ, അകത്ത് വേറെ. ഈ വാക്കറിൽ തന്നെ വാക്കത്തിയും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനകത്ത് മറ്റേ വളവും പിന്നെ എന്നാ സാധനം വലിച്ചോണ്ട് പോകും, കൊണ്ടുപോകും. വാഴ വലിച്ചോണ്ട് പോകുന്ന കാണാം. അതായത് ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? ഇപ്പൊ 100 വയസ്സ് കഴിഞ്ഞു. 100 വയസ്സ്. 100ാമത്തെ പിറന്നാളെ ആഘോഷമായിരുന്നു. അല്ലെ, 100 വയസ്സായിട്ടും ഈ കൃഷിയോടുള്ള താല്പര്യത്തിന് ഒരു കുറവില്ല. നമ്മൾ മുത്തശ്ശന് വിട്ടേക്കോ ഒരിക്കലും കയറിയിരിക്കാൻ പറയല. ആ പ്രായം അല്ല, ഞാൻ പലപ്പോഴും ഇപ്പൊ കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞു മുത്തശ്ശൻ അവിടെ ഇരിക്കും, മുത്തശ്ശൻ അവിടെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇരിക്കുന്നില്ല. എപ്പോഴും മുന്നിട്ടിറങ്ങും. അല്ലേ? പിന്നെ ഇപ്പൊ നമ്മള് പല രീതിയിലുള്ള ഇതിപ്പോ നമ്മുടെ വീടിന്റെ അവിടെയുള്ള കൃഷി അല്ലാതെ മുൻകാലത്ത് ഒത്തിരി കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അമ്പലത്തിന് സ്ഥലമുണ്ട്, അവിടെ കച്ചോല, ഇഞ്ചി, മഞ്ഞള് എല്ലാം ഉണ്ടായിരുന്നു. പാട്ടകൃഷി ഉണ്ടായിരുന്നു. എല്ലാ കൃഷി ഉണ്ടായിരുന്നു. കൊണ്ടാട്ടി മെയിനായിട്ട് നെൽകൃഷിയായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ ഇപ്പൊ നട്ടിരിക്കുന്ന ഇപ്പൊ കപ്പ മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പൊ കപ്പ, ചേന, കാച്ചില്, ചീനി, കുറച്ച് പയറുണ്ട്. എപ്പോഴാണ് ആള് രാവിലെ എഴുന്നേറ്റ് പോവോ? ഇതിന് തൊട്ടടുത്ത് നേരത്തെ പറഞ്ഞു ആരുടെ വീട്? മുത്തശ്ശന്റെ മകന്റെ വീടാ. വേറെ മൂത്ത മകന്റെ, രണ്ടാമത്തെ മകന്റെ വീടാ. അങ്ങോട്ടേക്ക് വാക്കറിൽ പോകും. അവിടെ പോകും. ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഇപ്പൊ കപ്പ കൃഷി അവിടെ ഇപ്പൊ കുറച്ച് ചെടി നട്ടിട്ടുണ്ട്, പൂച്ചെടി കണ്ടിട്ടുണ്ട്. അതൊക്കെ പയ്യെ പുല്ല് പറിച്ച്. അല്ലാതെ ചുമ്മാ ഇരിക്കുന്ന പരിപാടി ഇല്ല. കിടക്കുന്ന വളരെ ചുരുക്കവാ. ഉച്ചയാകുമ്പത്തേക്ക് ഇപ്പൊ ഒന്ന് കുളിക്കാൻ വേണ്ടി കയറും, ചോറിനും കുറച്ചേരം വല്ല ഇരുന്നെങ്കിലും ഉള്ളൂ. വീണ്ടും തന്നെ കിടക്കുന്ന പരിപാടി ഒന്നും ഇല്ല. നേരത്തെ സീസൺ വർക്ക്, മഴക്കാലം കൊട്ടകെട്ട് അങ്ങനത്തെ പരിപാടിയായിട്ട് മുറിക്കാതെ തന്നെ കയറും. മഴയാകുമ്പോൾ പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രല്ല, ഒത്തിരി നമ്മൾ കണ്ടത് കരകൗശല വസ്തുക്കളല്ലേ? അതൊക്കെ ഈ അടുത്ത കാലം വരെ ഉണ്ടാക്കിയായിരുന്നല്ലോ. അതുപോലെ ഉണ്ടാക്കിയായിരുന്നു. അത് ഈ കാശാവിന്റെ പുല്ല് കൊണ്ട് തോക്കുണ്ടാക്കുന്ന പരിപാടി അതുണ്ടാക്കിയത്. പിന്നെ ചിരട്ട കൊണ്ടുള്ളത്, ചിരട്ട, പിന്നെ കൊട്ട, അങ്ങനെയൊക്കെയുള്ള കൊട്ട ഇതെല്ലാം ഉണ്ടാകും. ഓലക്കൊട. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഒരു സൈഡ് എന്ന് പറയാം. പക്ഷെ കൃഷി തന്നെയാണ് മെയിൻ പ്രധാനമായിട്ടുള്ള എല്ലാ പരിപാടിയും. അതായത് തൂമ്പ കാച്ചു, ആ പരിപാടി ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പൊളിച്ചടിക്ക് മാറ്റിയതാ. തൂമ്പ സ്വന്തമായിട്ട് കാച്ചു, അത് പൂളൊക്കെ വെച്ച് വാക്കി തെറ്റി പിടിക്കുക, അതൊക്കെ സ്വന്തമായിട്ട് ചെയ്യും. എല്ലാ പരിപാടിയും ചെയ്യും. എല്ലാതും ചെയ്യും. കയ്യാല വെക്കണം, കയ്യാല വെക്കും. എല്ലാ പരിപാടിയും ചെയ്യുന്ന കൃഷി മാത്രം എല്ലാ പരിപാടിയും ചെയ്യും. ഓൾ ഇൻ ഓൾ ആണ്. ഇതിപ്പോ അല്ല, നമ്മൾക്കൊക്കെ അത്ഭുതം തോന്നുന്നു. കാരണം 100ാമത്തെ വയസ്സായിട്ടും ഇപ്പോഴും സാധാരണ ഇപ്പൊ കുറച്ച് പ്രായം എത്തിയുള്ള ആൾക്കാരൊക്കെ ഒരു അല്പം പോലും നടക്കാൻ പോലും കഴിയാത്ത ആൾക്കാരാ. പക്ഷെ ഇപ്പൊ മുത്തച്ഛനെ കണ്ടപ്പോ 100ാമത്തെ വയസ്സിലും ഊർജ്ജസ്വലമായിട്ട് തന്നെയാണ്. 4 വർഷം മുന്നേ പയ്യന്ന് വീണതാ. ഇവിടെ സ്റ്റെപ്പ് ഒന്ന് കയറി പയ്യന്ന് വീണാ. അത് കഴിഞ്ഞ് കാലിന് ചെറിയൊരു രക്തയോട്ടക്കുറവാണ്. ഹോസ്പിറ്റലിൽ നിന്ന് അവര് പറഞ്ഞു ഏറ്റു പോവല, ഒന്നുകൂടെ കാണിക്കാം, ചെക്കപ്പിന് കാണിക്കാന്ന് പറഞ്ഞപ്പോ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു. ഫിസിയോതെറാപ്പി നമ്മൾ ഇവിടുത്തെ ഒരു കൊച്ചാ, പുള്ളിക്കാരി ചെയ്ത് എന്നാലും പുള്ളിക്കാരി പറഞ്ഞു നോക്കാന്ന് പറഞ്ഞു. ഒരു ഒരാഴ്ച കൊണ്ട് ആൾ ഏറ്റു നിൽക്കുന്ന രീതിയിൽ വന്നു. ചുമ്മാ വാക്കർ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞു. വാക്കർ മേടിച്ചു വന്നപ്പോൾ പയ്യ ആദ്യം ഹാളിൽ കൂടെ നടന്നു. പിന്നെ ഇത്രയും കാലം വെളിയിൽ കൂടെ നടന്നുകൊണ്ടുമ്പം സൂര്യത്തിന്റെ വെളിച്ചത്ത് കിട്ടാത്തതുകൊണ്ട് മേത്തോട് ഓരോ കുരുക്കളുണ്ടാകും. അപ്പൊ ഡോക്ടറെ കാണിച്ചു വെയിൽ കൊള്ളണം എന്ന് പറഞ്ഞു. അപ്പൊ സിറ്റോട്ട് വരെ പയ്യെ നടക്കാൻ തുടങ്ങി. പിന്നെ പയ്യെ മുറ്റത്ത് ഇറങ്ങുന്നു. പിന്നെ ഇങ്ങനെ കറങ്ങി കറങ്ങി ഒരു സുപ്രഭാതത്തിൽ അപ്പുറം താഴെ ആരും ഇല്ലാത്തപ്പം പോവാ. ആദ്യം നമുക്കൊരു പേടിയുണ്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, നോക്കിക്കണ്ട പോകും. അപ്പൊ ഈ ആൾക്ക് ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇതിനകത്ത് തന്നെ വളമൊക്കെ വെച്ച് കെട്ടി 2 സൈഡ്, ഒരു സൈഡ് വെച്ചാൽ വാക്കർ മറിഞ്ഞു പോകും. അപ്പം ഈ വാക്കറിന്റെ അപ്പുറം വെക്കും, മറിഞ്ഞു പോല. അങ്ങനെ സ്റ്റെപ്പൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോകും.
ഇപ്പൊ കുറച്ച് മറ്റേ പൂക്കളും അതൊക്കെ പരിപാടി ഉണ്ട് അല്ലേ? പിന്നെ ആദ്യകാലത്ത് കുറച്ച് മുന്നൊക്കെ ഇപ്പൊ ഉള്ളത് ചേന, കപ്പ. കപ്പ പോലും അല്ലാതെ നമ്മള് പണിക്കാരെ വിളിച്ച ചെയ്യിക്കുന്നു. പക്ഷെ എല്ലാത്തിനും പുള്ളിയുടെ ഒരു മേൽനോട്ടുണ്ടാവും. അങ്ങനെ പുള്ളിക്ക് അറിയാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എവിടെയും പോയി പഠിച്ച് കൃഷി ചെയ്യണതോ അല്ലെങ്കിൽ വലിയ വലിയ മണ്ണും വളവും ഒന്നും പരിശോധിച്ച് നോക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവില്ല. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മളിപ്പോ പുതിയ ഓരോ ചെക്കപ്പ് ചെയ്യുന്ന പോലെയല്ല. കാളപ്പുട്ടും അങ്ങനെയൊക്കെ വയലും എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു അല്ലെ? നാരായണൻ നായർ. ഓ, എനിക്ക് തോന്നുന്നു അപ്പൊ എനിക്കൊരു 10-20 വയസ്സൊക്കെ മുന്നേ തന്നെ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. 15-ാമത്തെ വയസ്സിലൂടെ വന്ന. അപ്പൊ അതിന് മുമ്പേ നേരത്തെ ചെറുപ്പം കൃഷി കൊച്ചിലേ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രാവിലെ 4 മണിയൊക്കെ ആകുമ്പോഴേക്കും കൊണ്ടാട്ടിന് പോകുന്ന പറഞ്ഞു. ഈ മലക്കപ്പുറമാണ്, ഇവിടെ 4 കിലോമീറ്റർ അപ്പുറം. ഇപ്പൊ ശാരീരികമായിട്ട് ഞാൻ നോക്കുമ്പോ ഇപ്പൊ ചെവി നമുക്കൊരു ചെറിയൊരു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ആളങ്ങനെ പണ്ട് തൊട്ടേ പ്രശ്നം ഉണ്ടായിരുന്നു. അത് എന്നെ പറ്റിയതാ? ഇല്ല, അത് വെടിക്കെട്ട് കൂടാനൊക്കെ പോയി. അപ്പൊ ആള് കൃഷി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഉത്സവം ആഘോഷം എല്ലാത്തിനും പോകൂലേ? അല്ലേ? അടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിലെ വനവൽക്കരണം നക്ഷത്രവനം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിന്റെ പേരെങ്ങനെ? അവിടെ നക്ഷത്രവനൊക്കെ മെയിൻ ആയിട്ട് നോക്കുന്നത് മുത്തശ്ശനായിരുന്നു. അത് ചെത്തി കൊട്ടഞ്ചിലെ ഏറ്റവും നല്ല വനം ഇവിടെയൊക്കെ എടുത്തതാണ്. ആണല്ലേ? അപ്പോ ഗ്രാൻഡ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോ പ്രകൃതിയും കൃഷിയും പരിസ്ഥിതിയും എല്ലാം സ്നേഹിക്കുന്ന നാരായണൻ നായരാണ്. ഇപ്പൊ നമ്മളിപ്പോ തോന്നും എന്തുകൊണ്ടാണ് മുത്തശ്ശൻ സംസാരിക്കുന്നത്. കാരണം ഇപ്പൊ ഇത്രയും പ്രായതുകൊണ്ട് മുത്തശ്ശൻ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. അപ്പൊ കുറച്ച് തിരിയാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പൊ കൊച്ചുമോനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. പല്ലുണ്ടായിരുന്നു, പല്ല് ഉറക്കുമായിരുന്നു. ഇപ്പൊ മോണ ചെറുതായി ചേച്ചോണ്ട് തിരിയുന്നുണ്ടായിരുന്നു. പോവാല്ലേ? അതെ, ഉപ്പേരിക്കാണ് കഴിക്കാത്ത പൊടിച്ചിട്ട് ഭക്ഷണമൊക്കെ എല്ലാം സാധനം വേണമെന്നെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പലഹാരങ്ങളോട് താല്പര്യമില്ല. പഴയ ഒരു രീതിയില്. പിന്നെ വേറെ എന്തൊക്കെയാ കൃഷികള് മുന്നൊക്കെ കൃഷി ചെയ്തായിരുന്നത്? ഈ ഇപ്പൊ നമ്മുടെ ഇഞ്ചിയും ഒക്കെ ഉണ്ടല്ലേ? കച്ചോലം, മഞ്ഞള്, ഇഞ്ചി ഉണ്ടല്ലേ? പിന്നെ അല്ലാത്ത വീട്ടാവശ്യമുള്ള എല്ലാ പച്ചക്കറിയും ഉണ്ട്. എല്ലാ പച്ചക്കറിയും കൃഷി മെയിൻ ആയിട്ട് നടത്തിക്കൊണ്ടിരുന്ന വഴുതന കൊടുക്കാനുണ്ടായിരുന്നു. ചീര കൃഷി എല്ലാ കൃഷി ഇന്ന സാധനം എല്ലാം ഓരോ ഇതിനനുസരിച്ചുള്ള വെള്ളത്തിന് വേനൽക്കാലം വെള്ളത്തിന്റെ പ്രശ്നം വരുന്നതുകൊണ്ട് മാത്രമേ അതിനനുസരിച്ച് വെള്ളം കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടല്ലോ. കുഴപ്പമില്ല. പക്ഷെ മുത്തച്ഛനോട് ചോദിക്കണം, കാലാവസ്ഥ പണ്ടത്തെ കാലാവസ്ഥ എങ്ങനെയാ, ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ് അല്ലേ? പണ്ട് കാലാവസ്ഥ ഒന്ന് ചോദിച്ചേക്ക്. പണ്ടത്തെ കാലാവസ്ഥയാണോ ഇപ്പോഴെന്നേ? പണ്ട് പോലത്തെ കാലാവസ്ഥയാണോ ഇപ്പോഴെന്ന്? കാലാവസ്ഥ അതുപോലെയാണോ ഇപ്പം? മഴ വെയില് പണ്ട് ഇപ്പൊ ഇങ്ങനെ പണ്ട് കൃത്യമായിട്ട് ഒരു ഇതുണ്ടല്ലോ നമുക്ക്. പിന്നെ അത് വരുമ്പോ കൃഷി ചെയ്യണം, സീസണൊക്കെ. ഇപ്പൊ ചിലപ്പോ വേനലാണെങ്കിൽ വേനല് വിശ്വസിക്കാൻ പറ്റാത്ത. അതാ മുത്തശ്ശനോട് ചോദിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുത്തശ്ശൻ പറയാം. ഒരു 2-3 വീട് കാണൂ വെള്ളമായിട്ട്. അത് കാരണം പല മരങ്ങളൊക്കെ ധാരാളം മതി. ഇപ്പൊ അതുപോലെ അങ്ങനെ ഒരെണ്ണം ഇല്ല. അതൊക്കെ പഴയ മരം ഒരെണ്ണമില്ല. പഴയ മരങ്ങളൊന്നും ഇല്ല അല്ലേ? പഴയ മരം മഴ കല്യാണം കഴിച്ചിട്ടുണ്ട്. അവിടെ ഒരു മരം കൃഷി ഇതെല്ലാം ഇഷ്ടമാണ്. കൃഷി ഇപ്പോഴും കൃഷി അല്ലേ? എല്ലാ കൃഷി ആദ്യം നെൽകൃഷിയായിരുന്നു. അച്ഛനും വ്യത്യാസമില്ല. എപ്പോഴും നല്ല തന്നെ ചെയ്യും. കൂടി കൊടുക്കും. അടുത്തവർ ശകലെങ്കിലും 3 മേടിക്കും അച്ഛന്. അത് കഴിയാതെ
ബ്രെഡ് വിളിച്ച കല്യാണം കഴിക്കാൻ കയ്യാല വെക്കും. കല്യാണം പിന്നെ തെങ്ങൊക്കെ നമുക്ക് തെങ്ങുണ്ടായിരുന്നു. പൊടി ഇതൊക്കെയായിരുന്നു ആദ്യത്തെ കൃഷി. ഓ അപ്പൊ എല്ലാ പരിപാടിയും ഉണ്ടല്ലേ? വെറ്റില കൃഷി ഉണ്ടായിരുന്നു. വെറ്റില ഇവിടെ വെറ്റില കൃഷി ഉണ്ടായിരുന്നു. വന്ന് മുറ്റത്തെല്ലാം കയറി വരാതുകൊണ്ട് ഇടക്കാലം കൊണ്ട് വീട് നിർത്തിച്ചതാ. നമ്മളിപ്പോ മുറ്റത്ത് നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് പുതിയ കാല് നട്ടു. അവിടെ വെറ്റില കൃഷിയാ. അങ്ങനെ പിന്നെ ഇവിടെ കച്ചവടം അതും കുറഞ്ഞിരുന്നു വീട് നിർത്തിയതാ. ഏറ്റവും കൂടുതൽ കൊടപ്പന കള്ളി ഏത് വീട്ടിലും ഓരോ കെട്ടുന്നുള്ളൂ. വലിയ തലമുറയിലൊക്കെ പിന്നെ വഴുതനങ്ങ കൃഷി പണ്ട് വഴുതന കൃഷി ഇല്ലായിരുന്നോ? വഴുതന കൃഷി ഇല്ലായിരുന്നോ പണ്ട്? അതെ കുറിച്ച് പറഞ്ഞു. ഉണ്ടായിരുന്നു അല്ലേ വഴുതന? കൃഷി ചെയ്യും. ഇഞ്ചി ഉണ്ടായിരുന്നു. മഞ്ഞള് ഇപ്പൊ ഈ കൃഷി ചെയ്തിട്ട് തന്നെയാണോ ജീവിച്ചു വന്നത്? കൃഷി തന്നെയല്ലേ നടന്നോ? അല്ലെ? കൃഷി കൊണ്ട് തന്നെയല്ലേ ജീവിച്ചേ? കൃഷി അല്ലേ? നമ്മള് കൃഷി ചെയ്തിട്ടല്ലേ ജീവിക്കുന്നേ അല്ലേ? ഇപ്പൊ നമ്മൾ ഇത്ര വയസ്സായാലും കൃഷി ചെയ്തു, ഇനിയും കൃഷി ചെയ്യണം അല്ലേ? എല്ലാ പണിയും ചെയ്യും, എല്ലാ പണിയും അല്ലേ? പിന്നെ നമ്മള് ചിരട്ട കൊണ്ട് അല്ലെ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ? ചിരട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന കാര്യം ചോദിച്ചതാ. ഇത് ഇപ്പൊ അടുത്ത പണ്ടുണ്ടാക്കിയതാണോ? ഉണ്ടാക്കില്ലേ? കൈ വിരല് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അപ്പോ ഇനിയും നമ്മൾ ഇനിയും വരും. കൃഷി കുറെ കൃഷി മഴയായിരുന്നു. മഴ അല്ലേ? മഴയായതുകൊണ്ടാ. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ പറയാറുന്നു. നമുക്ക് എല്ലായിടത്തും കൂടി ഒന്ന് ഇറങ്ങി വരും എന്ന് പറഞ്ഞോണ്ട്